നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വ്യക്തമായ കാരണങ്ങളില്ലാതെ ചൈന തങ്ങളുടെ സമുദ്രമേഖലയിലെ വ്യോമപാത 40 ദിവസത്തേക്ക് നിയന്ത്രിച്ച നടപടി ഇപ്പോൾ ആഗോളതലത്തിൽ വലിയ ചർച്ചയാകുന്നു. എന്തിനാണ് ഇപ്പോൾ വളരെ തിരക്ക് പിടിച്ച് ചൈന ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. തായ്വാൻ കടലിടുക്കുമായി ബന്ധപ്പെട്ട ദീർഘകാല സൈനിക അഭ്യാസങ്ങളുടെ ഭാഗമാണോ ഇതെന്ന ആശങ്കയിലാണ് അന്താരാഷ്ട്ര സമൂഹം. സാധാരണഗതിയിൽ ഏതാനും ദിവസങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന സൈനിക അഭ്യാസങ്ങൾക്കായിട്ടാണ് ചൈന ഇത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താറുള്ളത്. എന്നാൽ ഇത്തവണ മാർച്ച് 27 മുതൽ മെയ് 6 വരെ നീളുന്ന നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത്രയും നീണ്ട കാലാവധി അസാധാരണമാണെന്നാണ് വാൾസ്ട്രീറ്റ് ജേർണൽ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. യെല്ലോ സീ, ഈസ്റ്റ് ചൈന സീ എന്നീ മേഖലകളിലായി തായ്വാനേക്കാൾ വലിയ വിസ്തൃതിയുള്ള പ്രദേശത്താണ് നിയന്ത്രണം വരുന്നത്. ഈ മേഖലകളിൽ വിമാനങ്ങൾക്ക് ഉയരപരിധിയില്ലാത്ത നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ഈ നടപടിയെക്കുറിച്ച് ചൈനീസ് പ്രതിരോധ മന്ത്രാലയമോ വ്യോമയാന അധികൃതരോ ഇതുവരെ ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. വിമാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനായി നോട്ടാം പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിലും സിവിൽ ഏവിയേഷൻ ഇതുവരെ തടസ്സപ്പെട്ടിട്ടില്ല. ഇത് വെറുമൊരു സൈനിക അഭ്യാസമല്ലെന്നും മറിച്ച് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു സൈനിക തന്ത്രത്തിന്റെ ഭാഗമാണെന്നുമാണ് പ്രതിരോധ വിദഗ്ധർ നിരീക്ഷിക്കുന്നത്. തായ്വാനുമായുള്ള ഭാവിയിലെ വ്യോമയുദ്ധങ്ങൾ പരിശീലിക്കാനുള്ള നീക്കമായും ഇതിനെ കാണുന്നവരുമുണ്ട്. അമേരിക്കയുടെ ശ്രദ്ധ നിലവിൽ മിഡിൽ ഈസ്റ്റിലെ യുദ്ധങ്ങളിൽ പതിഞ്ഞിരിക്കുന്ന സാഹചര്യം ചൈന മുതലെടുക്കുകയാണെന്നാണ് തായ്വാൻ അധികൃതർ വിശ്വസിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് നേതാവ് ഷീ ജിൻപിങ്ങും തമ്മിലുള്ള ചർച്ചകൾ വൈകുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കമെന്നതും ശ്രദ്ധേയമാണ്. ഈ വ്യോമപാത നിയന്ത്രണം മേഖലയിലെ സമാധാന അന്തരീക്ഷത്തെ എങ്ങനെ ബാധിക്കുമെന്ന ഉത്കണ്ഠയിലാണ് അയൽ രാജ്യങ്ങളായ ജപ്പാനും ദക്ഷിണ കൊറിയയും. തായ്വാനെതിരെ സൈനിക സമ്മർദ്ദം വർദ്ധിപ്പിച്ച് ചൈന ഇപ്പോൾ ദ്വീപിന് ചുറ്റും തുടർച്ചയായി പടക്കോപ്പുകൾ കൂട്ടുന്നതിൻ്റെ അളവും പശ്ചിമേഷ്യൻ യുദ്ധം തുടങ്ങിയതിന് പിന്നാലെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ദ്വീപിന് ചുറ്റും ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ നിരീക്ഷണ വിമാനങ്ങൾ ചുറ്റിപ്പറന്നുകൊണ്ടേയിരിക്കുകയാണ്. നിരവധി സൈനിക കപ്പലുകളും തായ്വാന് ചുറ്റുമുള്ള കടലിൽ നങ്കൂരമിട്ടിരിക്കുന്നു. തായ്വാന്റെ വ്യോമ പ്രതിരോധ മേഖലയിലേക്കും തായ്വാൻ കടലിടുക്കിലേക്കും പതിവായി ചൈനീസ് കടന്നുകയറ്റം നടക്കുകയാണ്. 2026 മാർച്ച് മാസത്തിൽ തായ്വാനെ ലക്ഷ്യമാക്കി ചൈനീസ് പട്ടാളം പുതിയ ചില നീക്കങ്ങൾ കൂടി തുടങ്ങിയിരുന്നു. ദ്വീപിനടുത്ത് 26 ചൈനീസ് സൈനിക വിമാനങ്ങളും 7 നാവിക കപ്പലുകളും ചൈന എത്തിച്ചിരുന്നു. കടലിലെ നീക്കങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കുകയാണെന്ന് തായ്വാനിലെ സമുദ്രകാര്യ കൗൺസിലും പറയുന്നു. പ്രാറ്റാസ് ദ്വീപുകൾക്ക് സമീപം ചൈനീസ് കപ്പലുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. തായ്വാന്റെ 24 നോട്ടിക്കൽ മൈൽ അകലെ റോക്കറ്റ് വിക്ഷേപണ സംവിധാനങ്ങളും പീരങ്കി ആക്രമണ സംവിധാനങ്ങളും ചൈന ഒരുക്കിയിട്ടുണ്ട്. തായ്വാന് ചുറ്റുമുള്ള സമുദ്രത്തിൽ ചൈനീസ് നാവികസേന തുടർച്ചയായ സാന്നിധ്യവും നിലനിർത്തുന്നു. തായ്വാന്റെ സേനയെ തളർത്തുക എന്നതാണ് ഈ നീക്കങ്ങളുടെ എല്ലാം ലക്ഷ്യമെന്നും നിരീക്ഷിക്കപ്പെടുന്നു. തായ്വാന്റെ വ്യോമാതിർത്തി ലംഘിച്ച് ആദ്യമായി ഒരു സൈനിക ഡ്രോൺ പറത്തിയതും കഴിഞ്ഞ മാസങ്ങളിലാണ്. ഇതിനു പുറമെ തായ്വാനിലേക്ക് സൈബർ കടന്നുകയറ്റങ്ങൾ നിരന്തരമായി നടത്തുന്നുണ്ട് ചൈന. വിവരങ്ങൾ ഇങ്ങനെ ചോർത്തിയെടുക്കുന്നുണ്ട്. കടലിനടിയിലെ ഡാറ്റ കേബിളുകൾ മുറിച്ചും മറ്റും തായ്വാനെ ഉപദ്രവിക്കുകയും ചെയ്യുന്നു. 2025 അവസാനത്തോടെ നടത്തിയ ജസ്റ്റിസ് മിഷൻ 2025 എന്ന അഭ്യാസം ശരിക്കും തായ്വാനെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. തായ്വാനെ യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും കോസ്റ്റ് ഗാർഡ് കപ്പലുകളും എല്ലാം ഉപയോഗിച്ച് ചൈന വളഞ്ഞിരുന്നു. ഇത് ശരിക്കും ഒരു യുദ്ധസന്നാഹം തന്നെയായിരുന്നു. തായ്വാനുമായി യുദ്ധമുണ്ടായാൽ എങ്ങനെയായിരിക്കുമെന്ന പരീക്ഷിക്കൽ. ഏതായാലും മറ്റുള്ള മേഖലകളിലൊക്കെ തന്നെ യുദ്ധം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ പല രാജ്യങ്ങളും കടന്നു പോകുന്ന സാഹചര്യത്തിലാണ് ചൈന ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നത്. അതെന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കം ചൈന നടത്തിയിരിക്കുന്നത്? തായ്വാനെ ആക്രമിക്കാനുള്ള ചൈനയുടെ നീക്കത്തിന്റെ ഭാഗമായാണോ എന്നുള്ള ചോദ്യങ്ങളും ആശങ്കകളുമാണ് യുദ്ധ വിദഗ്ധർ പങ്കുവെക്കുന്നത്.